ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ 29:1 കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകുമെന്ന് എഴുതിയിരിക്കുന്നു. ശാഠ്യമെന്ന വാക്കിന് പൊതുവെ പിടിവാശി, തന്നിഷ്ടം, ധിക്കാരം തുടങ്ങിയ അർത്ഥങ്ങളുണ്ടെങ്കിലും ബൈബിൾ പ്രകാരം അതിന് ഹൃദയകാഠിന്യം എന്ന അർത്ഥമാണുള്ളത്. തിരുവചനം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം വിദ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു എന്നെഴുതിയിരിക്കുന്നു. അനാവശ്യമായ വാശി ഒരുവനെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. ബൈബിൾ നമ്മോട് നിർദ്ദേശിക്കുന്നത് എളിമയും അനുസരണവുമാണ്. എബ്രായ ലേഖനം 3:15 ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്നെഴുതിയിരിക്കുന്നു. ദൈവവിശ്വാസിയുമായ തിരുവചനം ശാസനയ്ക്കും കൂടിയുള്ളതാണ്. കൂടെ ദൈവിക ശാസനകളും മുന്നറിയിപ്പുകളും കേട്ടിട്ടും ശാഠ്യം കാണിക്കുകയും മനസ്സ് കല്ലാക്കി വയ്ക്കുകയും ചെയ്യുന്നത് അവർക്ക് ദോഷകരമാണെന്ന് മാത്രമല്ല, അവരുടെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യും. സ്വന്തം അഹങ്കാരത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് തിരുവചനം പറയുന്ന നിർബന്ധ ബുദ്ധി. എന്നാൽ ഓർക്കുക, സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നത് ശാഠ്യമല്ല. ദൈവവചനത്തിൽ ഉറച്ചു നിന്നവരാണ് പൗലോസും പഴയ നിയമത്തിലെ ദാനിയേൽ, യോസെഫ് എന്നിവരും. അത് ശാഠ്യമല്ല, സ്ഥിരതയാണ്. ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാതെ ശാഠ്യം പിടിച്ച ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തിനടുത്തെത്തിയെങ്കിലും മരുഭൂമിയിൽ 40 വർഷം അലയേണ്ടതായിട്ട് വന്നു എന്ന് മാത്രമല്ല, വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ അവർക്ക് കഴിഞ്ഞതുമില്ല. യേശുവിൻ്റെ ശിഷ്യനായിരുന്ന യൂദാ ഇസ്കര്യോത്തോ 3 വർഷം യേശുവിനോട് കൂടെ നടന്നിട്ടും പണത്തോടുള്ള ആർത്തി വിട്ടുകളഞ്ഞില്ല. നിങ്ങളിൽ ഒരുവൻ പിശാചാണെന്നുള്ള യേശുവിൻ്റെ മുന്നറിയിപ്പ് കേട്ടിട്ട് പോലും തൻ്റെ ശാഠ്യ സ്വഭാവം വിട്ടുകളയാതെ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയാതെ സ്വയം ജീവനൊടുക്കുവാനിടയായി. ശാഠ്യം അപകടകരമാണ്, നാശം കൊണ്ടുവരുന്നതാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36:26 കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന് എഴുതിയിരിക്കുന്നു. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്നുള്ളത് അനുതപിക്കുന്ന പാപിയുടെ പ്രാർത്ഥനയായി സങ്കീർത്തനങ്ങൾ 51 നാം വായിക്കുന്നു. അനുഗ്രഹത്തിനായി അനുതാപമുള്ള ഹൃദയത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. എല്ലാ ശാഠ്യ സ്വഭാവങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. God bless us.